നമസ്കാരം. 1PM ന്യൂസിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. വീണ്ടും കത്തിക്കേറി PM ശ്രീ വിവാദം. 24 ബ്രേക്കിംഗ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് സംസ്ഥാനം പണം കൈപ്പറ്റിയെന്ന UDF സർക്കാരിന്റെ വാദത്തിന് തിരിച്ചടി. മാർച്ച് മെയ് മാസങ്ങളിൽ ലഭിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീഇംബേഴ്സ് തുകയെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. പദ്ധതിയിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണ് ഇത്. അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്തു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് പണം വാങ്ങിയ മുൻ സർക്കാരിന്റെ രാഷ്ട്രീയ തെറ്റ് കാരണം പദ്ധതി തുടരേണ്ട സാഹചര്യമുണ്ടായി എന്നായിരുന്നു മന്ത്രിമാരടക്കമുള്ളവരുടെ പ്രതികരണം. എന്നാൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള പണം സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. മാർച്ചിലും മെയ്യിലും അനുവദിച്ച തുകയുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് രേഖകളിലാണ് ഇതുള്ളത്. 2026 മാർച്ചിൽ കേന്ദ്രം 99.27 കോടി രൂപ സർക്കാരിന് നൽകി. 2026 മെയ് 20-ന് 106 കോടി രൂപ അനുവദിച്ചെങ്കിലും PM ശ്രീയിൽ സംശയം പ്രകടിപ്പിച്ച സർക്കാർ നീക്കം കാരണം ഈ തുക സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. PM ശ്രീ പദ്ധതി ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. അല്ലല്ല, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നമുക്ക് തരേണ്ട മാൻഡേറ്ററി ആയിട്ട് നൽകേണ്ട ഫണ്ടാണ്. ആ ഫണ്ട് നൽകിയില്ലെങ്കിൽ കോടതിയിൽ പോകുമെന്നുള്ള നോട്ടീസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. PM ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടാനാണ് സർക്കാർ നീക്കം. ഇത് സംബന്ധിച്ച കേന്ദ്രത്തിന് ഉടൻ കത്തയക്കും. NEP നിർബന്ധമെന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ 1 വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് LDF തീരുമാനം. 24 തിരുവനന്തപുരം. വിവാദമായ PM ശ്രീ പദ്ധതി തുടരാൻ സർക്കാർ തീരുമാനിച്ചതോടെ തിരിഞ്ഞുകുത്തി UDF നേതാക്കളുടെ പഴയ നിലപാടും പ്രസംഗങ്ങളും. അധികാരത്തിലെത്തിയാൽ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന നിലപാടിൽ നിന്ന് മന്ത്രി KM ഷാജി മലക്കം പറഞ്ഞു. PM ശ്രീയിലെ UDF നിലപാട് മാറ്റം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അറബിക്കടലിൽ കൊണ്ടെടുക്കുക, പിന്നെ സർക്കാരിന് കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗമുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സ്വീകരിച്ച കടുത്ത നിലപാട് അധികാരത്തിൽ വന്നപ്പോൾ UDF മയപ്പെടുത്തിയെന്നതിന് മന്ത്രി KM ഷാജിയുടെ ഈ പ്രതികരണങ്ങൾ തന്നെ ഉദാഹരണം. മുമ്പ് പറഞ്ഞത് തെരുവ് പ്രസംഗങ്ങളായി കണക്കാക്കിയാൽ മതിയെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. KM ഷാജിയുടെ മലക്കമറിച്ചിൽ പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ വടിയായി. ഞങ്ങളിപ്പോൾ അറബിക്കടലിൽ ഇങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു അംശം കിട്ടുമോ? അന്ന് എടുത്ത നിലപാടിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ പദ്ധതി വീണ്ടും തുടരുന്നതിന് വേണ്ടി തയ്യാറാകുന്നത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ്. പദ്ധതി നടപ്പാക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെ പാഠ്യപദ്ധതി അനുവദിക്കില്ലെന്നായിരുന്നു LDF സർക്കാരിന്റെ നിലപാട്. അതിൽ നിന്ന് എന്തു മാറ്റമാണ് ഇപ്പോഴെന്ന് വിശദീകരിക്കാൻ UDF നേതാക്കൾക്ക് കഴിയുന്നുമില്ല. പദ്ധതി നടപ്പാക്കണമെന്നും രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDF-ഉം UDF-ഉം തീർക്കട്ടെ എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഈ ഒപ്പിട്ടില്ല, ഓൾറെഡി ഇത് തുടങ്ങിക്കഴിഞ്ഞു, എഗ്രിമെന്റ് ആയി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് അവർ തങ്ങളിൽ സംസാരിച്ച് തീർക്കട്ടെ. അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടെങ്കിലും അവർ തങ്ങളിൽ അത് തീർക്കട്ടെ. PM ശ്രീയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിനെതിരെ മുസ്ലിം സമുദായ സംഘടനകളും എതിർപ്പുയർത്തി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി VD സതീശൻ അന്ധമായ RSS ഭക്തി എന്ന SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി 24-നോട് PM ശ്രീ RSS അജണ്ട നടപ്പിലാക്കാനുള്ള പാലമെന്ന് പറഞ്ഞാൽ VD സതീശനാണ്. ഇന്ന് RSS അജണ്ട ദൃഢതയോടെ നടപ്പാക്കുന്നുവെന്നും ആദർശ് M സജി പറഞ്ഞു. അന്ധമായ RSS ഭക്തിയും വിധേയത്വമാണ് അദ്ദേഹത്തിനെ ഈ സർക്കാരിനെ നയിക്കുന്നതെന്നുള്ളതാണ്. PM ശ്രീ എന്നത് RSS അജണ്ട നടപ്പിലാക്കാനുള്ള പാലം എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ശ്രീ വടശ്ശേരി ദാമോദര മേനോൻ സതീശനാണ്. ഇന്ന് ആ RSS അജണ്ട നടപ്പിലാക്കാനുള്ള പാലം ദൃഢതയോടെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഡീല് ആരൊക്കെ തമ്മിലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ, മതനിരപേക്ഷ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ മതനിരപേക്ഷ പൊതുസമൂഹം ഇതിനെ പ്രതിരോധിക്കും, വിദ്യാർത്ഥികൾ ഇതിനെ പ്രതിരോധിക്കും. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് പുതുക്കുന്നുണ്ട്. 8 ജില്ലകളിൽ മുന്നറിയിപ്പ് ഇപ്പോൾ വരുന്നു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്.
6 ജില്ലകളിൽ യെല്ലോ അലർട്ടും എന്ന പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. സർവകലാശാലകളിൽ ഗവർണർ പിടിമുറുക്കുന്നു. MG സർവകലാശാലയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടനയിലെ തിരിച്ചയച്ച സിൻഡിക്കേറ്റ് നിലപാട് പുനഃസംഘടനാ പട്ടിക തിരിച്ചയച്ച സിൻഡിക്കേറ്റ് നിലപാട് തള്ളി ഗവർണറുടെ പുനഃസംഘടന അംഗീകരിച്ച് വൈസ് ചാൻസലർ ഉത്തരവിറക്കി. കാർഷിക സർവകലാശാലയിൽ വൈസ് ചാൻസലറായി BJP അധ്യാപക സംഘടനാ നേതാവിനെ നിയമിക്കാനും നീക്കം നടക്കുന്നതായി ആക്ഷേപമുണ്ട്. MG സർവകലാശാലയിലെ VC നിയമനത്തിലും സെനറ്റ് പുനഃസംഘടനയിലും സംഘപരിവാർവൽക്കരണം നടന്നുവെന്ന ആക്ഷേപം ശക്തമായതിനു പിന്നാലെയാണ് പുതിയ പരാതി. ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടിപ്പിച്ച ചാൻസലറായ ഗവർണറുടെ നീക്കത്തെ സിൻഡിക്കേറ്റ് എതിർത്തിരുന്നു. 2 തവണ പുനഃസംഘടന ലിസ്റ്റ് തള്ളിയതോടെ ഇത് അംഗീകരിച്ചുകൊണ്ട് വൈസ് ചാൻസലർ ഉത്തരവിറക്കി. സിൻഡിക്കേറ്റ് നിലപാട് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VC പുതിയ ഉത്തരവിറക്കിയത്. സർവകലാശാലയിലെ PG UG വിഭാഗങ്ങളിൽ 54 പഠന ബോർഡുകളാണ് ഗവർണർ പുനഃസംഘടിപ്പിച്ചത്. സംഘപരിവാർ അനുകൂലികളായവരെയും യോഗ്യതയില്ലാത്തവരെയും നിയമിച്ചു എന്നാണ് ഇടത് സംഘടനകളുടെ ആക്ഷേപം. കേരള കാർഷിക സർവകലാശാലയിലും സമാനമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി BJP അധ്യാപക സംഘടനാ നേതാവിനെ നിയമിക്കാനാണ് നീക്കം. വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഡീൻ ഡോക്ടർ സജിത റാണിയെ VC ആയി നിയമിക്കാനാണ് ശ്രമം. സർവകലാശാലയുടെ ജനറൽ കൗൺസിലിൽ 11 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിലും ഇടത് സംഘടനകൾ എതിർപ്പുന്നയിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം, കോട്ടയം. VD സതീശൻ സർക്കാർ 1 മാസം പിന്നിടും. PMC പദ്ധതി തുടരാനുള്ള തീരുമാനം സൃഷ്ടിച്ച വിവാദത്തിനിടെ VD സതീശൻ സർക്കാർ ഭരണത്തിൽ 1 മാസം പൂർത്തിയാക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ വിവാദ തീരുമാനങ്ങൾ തിരുത്തിയും തെരഞ്ഞെടുപ്പ് കാല വാഗ്ദാനങ്ങൾ പാലിച്ചുമാണ് സർക്കാർ 1 മാസം തികയ്ക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് വിമർശിക്കപ്പെട്ട നയങ്ങളും നടപടികളും തിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ അധികാരത്തിൽ 1 മാസം തികയ്ക്കുന്നത്. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയാണ് ഏറ്റവും പ്രധാന പദ്ധതി. ജനങ്ങളുടെ എതിർപ്പിന് പാത്രമായ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയും ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചും കരിങ്കൊടി കാണിച്ച KSUക്കാരുടെ തലക്കടിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തും ADM നവീൻ ബാബുവിന് മരണം സംബന്ധിച്ച കേസ് CBIക്ക് വിട്ടുകൊണ്ടുമാണ് VD സതീശൻ ഭരണമാറ്റത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് ധവളപത്രം ഇറക്കി. അംഗൻവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി ജീവനക്കാർക്കും കൂടി വേതനം വർദ്ധിപ്പിച്ചു. വയറ്റിൽ കത്രികയുമായി അലഞ്ഞ ഹർഷീനയ്ക്ക് ജോലി, ചികിത്സാ വീഴ്ചയിൽ മരിച്ച കരുനാഗപ്പള്ളി സ്വദേശി വേണുവിൻ്റെ കുടുംബത്തിന് സഹായം തുടങ്ങിയ നടപടികളും ശ്രദ്ധേയമായി. എന്നാൽ മന്ത്രി സണ്ണി ജോസഫിൻ്റെ സ്റ്റാഫിലെ ബന്ധുനിയമനം, പ്ലീഡർ നിയമനം എന്നിവ വിവാദമായി. ഇപ്പോൾ PMCയിലെ തീരുമാനവും സർക്കാരിനെ വിവാദത്തിലാക്കിയിട്ടുണ്ട്. UDF സർക്കാരിന് സംഘപരിവാർ വിധേയത്വമാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. സത്യപ്രതിജ്ഞ മുതൽ സംഘപരിവാറിന് വഴങ്ങിക്കൊടുത്തുവെന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. RSS പരിപാടിയിൽ 3 VCമാർ പങ്കെടുത്തതിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. PMC വിഷയത്തിലും UDF സർക്കാർ നയങ്ങളിൽ നിന്ന് വ്യതിരിച്ചതായി പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വന്യജീവി ആക്രമണം, സംസ്ഥാനത്തെ പകർച്ചവ്യാധി, KSRTC സൗജന്യ യാത്ര, സ്ത്രീകളുടെ ക്ഷേമ പദ്ധതികൾ, വാഹന മോഡിഫിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിലും വിമർശനമുണ്ട്. 24 തിരുവനന്തപുരം. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നികുതി ചോർച്ച തടയുന്നതിനുള്ള നടപടികളായിരിക്കും മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിന്റെ മുഖ്യ സവിശേഷത. പുതുതായി അധികാരത്തിലേറിയ സർക്കാരിന്റെ തനത് ബജറ്റല്ല മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കാൻ പോകുന്നത്. മുൻ സർക്കാർ അവതരിപ്പിച്ച് പാസാക്കിയ ബജറ്റ് പുതുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധിക നികുതി ഏർപ്പെടുത്തുന്നതിന് പരിമിതിയുണ്ട്. പുതിയ നികുതി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നാൽ നേരത്തെ പാസാക്കിയ ധനബിൽ ഭേദഗതി ചെയ്യേണ്ടി വരും. എന്നാൽ പ്രിയദർശിനി യാത്രാ സൗജന്യ പദ്ധതി ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികളും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കലും നടപ്പാക്കണമെങ്കിൽ വരുമാനം വർദ്ധിപ്പിച്ചേ തീരൂ. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ലഭിക്കാത്തതും പ്രതീക്ഷിച്ച വിഹിതം ധനക്കമ്മീഷനിൽ ലഭിക്കാത്തതും മൂലമുള്ള ധനപ്രതിസന്ധി വേറെയുമുണ്ട്. ഒരുപാട് പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതൊരു റിവൈസ്ഡ് ബജറ്റാണിത്. റിവൈസ്ഡ് ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,500 കോടി ഇല്ല. ഞാൻ 20,500 കോടി ഉണ്ടാക്കേണ്ട ഇന്ദ്രജാലം കാണിക്കേണ്ട ജോലിയാണ് എനിക്കുള്ളത്. നികുതി ചോർച്ച അടച്ചുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിലാണ് ആദ്യ ബജറ്റിൽ മുഖ്യമന്ത്രി VD സതീശന്റെ മുഖ്യ പരിഗണന. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉന്നയിച്ച നികുതി ചോർച്ചാ മേഖലകളിൽ ശക്തമായ ഇടപെടൽ വരും. ഒപ്പം GST വകുപ്പിനെ പുനഃസംഘടിപ്പിച്ച് നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികളുണ്ടാകും. സ്വർണം, മദ്യനിർമ്മാണ മേഖല തുടങ്ങിയവയിൽ ശക്തമായ ഇടപെടലുണ്ടാകും. മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും കിഫ്ബിയിലേക്ക് പോകുന്ന രീതി അവസാനിപ്പിക്കും. ഇതിലൂടെ സർക്കാരിന്റെ ധനലഭ്യത കൂടുമെന്നാണ് വിലയിരുത്തൽ. കിഫ്ബിയുടെ ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കും. 16ാം ധനക്കമ്മീഷൻ നിശ്ചയിച്ച നികുതി വിഹിതം മുൻവർഷത്തേക്കാൾ കൂടിയതുകൊണ്ട് ആ ഇനത്തിൽ പണലഭ്യത വർദ്ധിക്കും. നികുതിയേതര വരുമാനം കൂട്ടാനുള്ള നടപടികളും ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കാം. 24 തിരുവനന്തപുരം.
CMR എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. CMRലിന് സേവനങ്ങൾ നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ വീണയ്ക്ക് ഹാജരാക്കാനായില്ലെന്ന് ഇഡി വ്യക്തമാക്കി. IT സേവനങ്ങൾ സംബന്ധിച്ച് CMRൽ പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ചയെന്നും അതിനാൽ രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്നുമാണ് വീണ ടിയുടെ മൊഴി. 9 മണിക്കൂറാണ് വീണ ടിയെ ഇന്നലെ ഇഡി ചോദ്യം ചെയ്തത്. എന്നാൽ മറുപടികൾ തൃപ്തികരമല്ലെന്ന നിലപാടിലാണ് ഇഡി. CMRL കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് SFIക്ക് നൽകിയ സമാന മറുപടിയാണ് വീണ ഇഡിക്കും നൽകിയത്. IT സേവനങ്ങളെക്കുറിച്ച് CMRL പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ച. അതിനാൽ രേഖകൾ സൂക്ഷിച്ചിട്ടില്ല. എക്സാലോജി കമ്പനി നിലവിൽ പ്രവർത്തിക്കുന്നില്ല. സ്ഥാപനത്തിൽ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിലായിരുന്നു ചില വിശദാംശങ്ങളെന്നും മറുപടി നൽകി. ഈ പശ്ചാത്തലത്തിലാണ് വീണയെ വീണ്ടും വിളിപ്പിക്കുന്നത്. SFIO അന്വേഷണ റിപ്പോർട്ടിന്റെ 134 അനുബന്ധ രേഖകൾ പൂർണ്ണമായും ലഭിച്ച ശേഷമാകും ഇനി വിളിപ്പിക്കുക. കേസിൽ CMRL അധികൃതരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 24 കൊച്ചി. കാഫി സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. ശനിയാഴ്ച വൈകിട്ട് 5 വരെയാണ് കസ്റ്റഡി കാലാവധി. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. എബോള സംശയത്തെ തുടർന്ന് ഉഗാണ്ടയിൽ നിന്ന് വന്ന പാലാ സ്വദേശിനി നിരീക്ഷണത്തിൽ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 53കാരിയുടെ പരിശോധനാ ഫലം വൈകിട്ടോടെ ലഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇതിനിടെ ഇന്നും സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചു. പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം ഒരാഴ്ചയായി 12,000-ന് മുകളിൽ. ഷിഗല്ല, ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികളും വ്യാപിക്കുന്നു. തൃശൂരിൽ അരുമ്പൂർ സ്വദേശികളായ ദമ്പതികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിലുള്ള ഇവരുടെ ആരോഗ്യം തൃപ്തികരം. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലുള്ള ഫറൂഖ് കോളേജ് സ്വദേശിയായ 43കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. സമ്പർക്ക പട്ടികയിലുള്ള 2 പേരുടെ കൂടി ഫലം നെഗറ്റീവായി. അതേസമയം നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ 74 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതിൽ 1 വയസ്സുകാരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. എബോള സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്ന യുവതിയുടെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ട് ലഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷേ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കിട്ടും. അത് ഐസൊലേറ്റഡ് വാർഡിലേക്ക് പേഷ്യന്റിനെ മാറ്റി. പകർച്ചവ്യാധി വ്യാപനം രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷം. ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരുന്നൊരു പ്രദേശം, ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്താണ് ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അധികം രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം, മാരകമായ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമായി മാറുന്നത്. ഈ ഗവൺമെൻറ് തുടക്കത്തിൽ വേണ്ട മുൻകരുതലുകൾ നടത്തിയിരുന്നെങ്കിൽ ഇത്രയധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ലായിരുന്നോ, ഇത്രയധികം രോഗികളുടെ എണ്ണം ഉണ്ടാവില്ലായിരുന്നു. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപിക്കാനിടയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. പരിശോധനകൾ ശക്തിപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള അടിയന്തര ഇടപെടൽ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനുവദിക്കില്ലെന്ന തമിഴ്നാട് സർക്കാർ. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് സി ജോസഫ് വിജയ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് വന്ദേമാതരം ആലപിച്ചില്ല. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാനുള്ള കേരള സർക്കാർ ശ്രമങ്ങൾ അനുവദിക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് തമിഴ്നാട്. 2014 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഡാമിലെ ജലനിരപ്പ് ഉയർത്തും. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം 152 അടിയാക്കി ജലനിരപ്പ് ഉയർത്താനാണ് ശ്രമമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു. കേന്ദ്രത്തിനെതിരായ നയപ്രഖ്യാപനത്തിന്റെ വിമർശനവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വായിച്ചു. ത്രിഭാഷാ നയവുമായി കേന്ദ്രവിഹിതത്തെ ബന്ധിപ്പിക്കുന്നത് അംഗീകരിക്കില്ല. ദ്വിഭാഷാ നയം തുടരും. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കും. മദ്രാസ് ഹൈക്കോടതിയിലും മധുര ബെഞ്ചിലും തമിഴിൽ വാദം നടത്താൻ അംഗീകരിക്കണമെന്നും നയപ്രഖ്യാപനത്തിലുണ്ട്. വന്ദേമാതര വിവാദം അവസാനിപ്പിക്കാൻ തമിഴ് തായ്വാഴ്ത്ത് പാടിയാണ് സഭ ആരംഭിച്ചത്. തുടർന്ന് ദേശീയഗാനവും പാടി. ഇത് തമിഴ്നാട് നിയമസഭയുടെ കീഴ്വഴക്ക ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ ആരോപിച്ചു. ആദ്യം തമിഴ് തായ്വാഴ്ത്തും സഭ പിരിയുമ്പോൾ ദേശീയഗാനവും പാടുന്നതാണ് പതിവ്. ഇന്ന് 2 തവണ ദേശീയഗാനം പാടിയെന്നും ഇത് കേന്ദ്രത്തെ പ്രീതിപ്പെടുത്താനാണെന്നും ഉദയനിധി സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. 24 ചെന്നൈ. ആം ആദ്മി പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നാലെ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളെയും ആശങ്കയിലാക്കി പിളർപ്പ് ഭീഷണി. വിമത ഭീഷണിക്കിടെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ നിർണായക യോഗത്തിൽ പങ്കെടുത്തത് 9-ൽ 3 എംപിമാർ മാത്രം. അതേസമയം സമാജ്വാദി പാർട്ടിയിൽ പിളർപ്പെന്ന റിപ്പോർട്ടുകൾ നേതൃത്വം തള്ളി. ഓപ്പറേഷൻ ടൈഗർ ദൌത്യത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പാർലമെന്ററി ബോർഡ് യോഗം വിളിച്ചത്. വിമതർ യോഗത്തിനെത്താതിരുന്നാൽ പുറത്താക്കാനായിരുന്നു നീക്കം. പാർലമെന്ററി പാർട്ടി ഓഫീസിൽ വിളിച്ച യോഗത്തിലെത്തിയത് 9 ലോക്സഭാംഗങ്ങളിൽ 3 പേർ മാത്രം.
6 പേർ ഷിൻഡെ ക്യാമ്പിലെത്തി എന്നതിന് ഇതോടെ സ്ഥിരീകരണമായി. വിമതർ ഇതിനകം തന്നെ സ്പീക്കർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കത്ത് നൽകിയതായാണ് റിപ്പോർട്ട്. പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കാനാണ് സഞ്ജയ് റൌട്ടിന്റെ നീക്കമെന്നും ഇത് അംഗീകരിക്കാൻ കഴിയാത്തതിനാൽ ഷിൻഡെ വിഭാഗത്തോടൊപ്പം ചേരുന്നു എന്നുമാണ് 4 പേജുള്ള കത്തിന്റെ ഉള്ളടക്കമെന്നാണ് റിപ്പോർട്ട്. ശിവസേന സ്ഥാപക ദിനമായ നാളെ ലയനം പൂർത്തിയാക്കാനാണ് നീക്കം. അതേസമയം സമാജ്വാദി പാർട്ടിയിൽ പിളർപ്പ് അനിവാര്യമെന്നാവർത്തിച്ച് ഉത്തർപ്രദേശ് മന്ത്രി ഓം പ്രകാശ് രാജ്ഭർ വീണ്ടും രംഗത്തെത്തി. പാർട്ടിയിൽ പിളർപ്പെന്ന റിപ്പോർട്ടുകൾ SP നേതൃത്വം തള്ളി. NCPയെ പിളർത്താനും അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നതായി അഭ്യൂഹങ്ങളുണ്ട്. 24 ഡൽഹി. ഇറാനിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് അമേരിക്കയും ഇറാനും 60 ദിവസത്തിനകം ചർച്ചകളിലൂടെ അന്തിമ കരാറിലെത്തും. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ധാരണാപത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പുവെച്ചതോടെ 60 ദിവസം നീളുന്ന ചർച്ചകൾക്ക് വഴിതെളിഞ്ഞിരിക്കുകയാണ്. നാളെ ജനീവയിൽ വെച്ച് കരാർ ഒപ്പിടാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നതെങ്കിലും ഫ്രാൻസിലെ വേഴ്സ കൊട്ടാരത്തിൽ വെച്ച് ഇന്ന് രാവിലെ ഡൊണാൾഡ് ട്രംപ് കരാറിൽ ഒപ്പുവയ്ക്കുകയായിരുന്നു. അമേരിക്ക പുറത്തുവിട്ട കരാറിലുള്ളത് നേരത്തെ പുറത്തുവന്ന 14 നിർദ്ദേശങ്ങൾ തന്നെയാണ്. അന്തിമ കരാറിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ ഇറാന്റെ പരിസരത്തു നിന്നും അമേരിക്കൻ സൈന്യത്തെ നീക്കും. ചർച്ച നടക്കുന്ന 60 ദിവസ കാലയളവിൽ ടോൾ രഹിതമായി കപ്പലുകളെ ഹോർമുസിൽ കടന്നുപോകാൻ അനുവദിക്കും. ഇറാന്റെ പുനരുദ്ധാരണത്തിനും സാമ്പത്തിക വികസനത്തിനും $30,000 കോടി നിക്ഷേപ പദ്ധതി. ഇറാൻ ആണവായുധം ഉണ്ടാക്കുകയോ വാങ്ങുകയോ ചെയ്യില്ല. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകും. അന്തിമ കരാറിന് UN രക്ഷാ കൗൺസിൽ പ്രമേയത്തിലൂടെ അംഗീകാരം നൽകും എന്നിങ്ങനെയുള്ള വ്യവസ്ഥകളാണ് ധാരണാപത്രത്തിലുള്ളത്. ധാരണാപത്രം ഒപ്പിട്ടതിനു പിന്നാലെ ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $76.72 ഇടിഞ്ഞു. അതിനിടെ ഇറാനെ ബാലിസ്റ്റിക് മിസൈൽ കൈവശം വയ്ക്കുന്നതിൽ നിന്നും വിലക്കുന്നത് അന്യായമാണെന്നും ട്രംപ് പ്രതികരിച്ചു. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിദേശ രാജ്യത്തിന് കൈമാറില്ലെന്നും പകരം യുറേനിയം നേർപ്പിക്കുന്നത് പരിഗണിക്കുമെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ ഒമാനുമായി ചേർന്ന് കപ്പൽ ഗതാഗതത്തിന് സർവീസ് ഫീസ് ഈടാക്കാനുള്ള സംവിധാനം കൊണ്ടുവരുമെന്നും ബഗായി പറഞ്ഞു. വരാനിരിക്കുന്ന 60 ദിവസം നീളുന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിലെ വ്യവസ്ഥകളിൽ ഉറച്ചുനിൽക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. UDF സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്കെതിരായ പൊതുതാൽപര്യ ഹർജിയിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. വാക്കുപാലിച്ചതായി കണ്ടുകൂടെ എന്ന് കോടതി ഹർജിക്കാരനോട് ചോദിച്ചു. ഹർജി വിധി പറയാൻ മാറ്റി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ. UDF സർക്കാർ വലിയ അഭിമാനത്തോടെ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു, അല്ലെങ്കിൽ അത് അവതരിപ്പിച്ചു, അത് നടപ്പാക്കുകയും ചെയ്തു. അതിനെതിരെയാണ് ഒരു ഹർജി, പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിലേക്ക് വന്നത്. ഇത് തീർത്തും ഭരണഘടനയ്ക്കെതിരാണെന്നും വിവേചനപരമാണെന്നും പുരുഷനെയും സ്ത്രീയെയും ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വേർതിരിച്ച് കാണുന്നത് ശരിയല്ല എന്നും യാതൊരു തരത്തിലുള്ള സാമൂഹ്യ ആഘാത പഠനങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ആഘാത പഠനങ്ങളോ നടത്താതെയാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കിയതെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നടപ്പാക്കിയെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. ആ ഘട്ടത്തിൽ കോടതി ചോദിച്ചത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണെങ്കിലും അത് നടപ്പാക്കിയതായി കണ്ടുകൂടെ, ഇത് അത്തരത്തിൽ ഈ പദ്ധതി പെട്ടെന്ന് അങ്ങനെ പൂർണ്ണമായും നിർത്താൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി AG നേരിട്ട് ഹാജരായിരുന്നു. ഇതൊരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ്. നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലൊക്കെ കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് കേവലം സ്ത്രീകൾ, അതായത് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഈ പദ്ധതിയുടെ മെറിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിപ്പോൾ വിധി പറയാൻ വേണ്ടി മാറ്റിയിട്ടുള്ളത്. ഫിഫ ലോകകപ്പിൽ കൊളംബിയയ്ക്ക് വിജയത്തുടക്കം. 1-3 ഗോളിന് ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചു. ഡാനിയൽ മുനേസ്, ലൂയിസ് ഡിയാസ്, ജാമിൻടൻ എന്നിവരാണ് കൊളംബിയയുടെ സ്കോറർമാർ. അബോസ്പിക്കിന്റെ വകയായിരുന്നു ഉസ്ബെക്കിസ്ഥാന്റെ ആശ്വാസ ഗോൾ. ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ 2ാം റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ ബോസ്നിയയാണ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരായ കാനഡ ഖത്തറിനെ നേരിടുമ്പോൾ നാളെ രാവിലെ 6:30 മെക്സിക്കോ ദക്ഷിണ കൊറിയ സൂപ്പർ പോരാട്ടവുമുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.